എൻ്റെ മക്കളെ, നമ്മുടെ ഈ ഉടമ്പടിയുടെ വിഷയമെന്ന് പറയണത് ശരിക്കും നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും, കേൾക്കുമ്പോൾ മനസ്സിലാകും. പ്രസൻസ് ആണ് കേട്ടോ. പ്രസൻസ്. ക്ലെയോഫാസ് ഈ പ്രസൻസിൽ നിന്ന് പോരുകയാണ്, കാൽവരിയിൽ നിന്ന് പോരുകയാണ്, കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് പോരുകയാണ്. പോന്നിട്ട് എന്ത് കാര്യം? അവൻ്റെ മനസ്സ് ദുഃഖമാണ്. 16 വായിച്ച് 24-16. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 16-17 തിരുവചനങ്ങൾ. എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. പറഞ്ഞേ, എന്നാൽ അവനെ, അതായത് കൂടെ നടക്കുന്ന ഈശോയെ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. അപ്പൊ പ്രസൻസ് ഉണ്ട്, പക്ഷെ നമ്മുടെ കണ്ണും മൂടപ്പെട്ടിരിക്കുകയാണ്. കണ്ണു മൂടപ്പെടാൻ കാര്യം എന്താണ്? ദുഃഖങ്ങൾ കൊണ്ട് കണ്ണു മൂടപ്പെടാം. ഇതൊക്കെ നമ്മുടെ കർത്താവിന് കൂടെ ഉണ്ട്, പക്ഷെ കാണാൻ പാടില്ല. കണ്ണു മൂടപ്പെട്ടിരിക്കുകയാണ്. ലൂക്ക 24:17. അവർ മ്ലാനവദനരായിരുന്നു. അതാണ്, മ്ലാനവദനരായിരുന്നു. മ്ലാനവദനരായി കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ തന്നെ നമുക്ക് ആൾക്കാരും മ്ലാനവദന അല്ലേ? മ്ലാനവദനരായി കഴിഞ്ഞാൽ കണ്ണും മുടപ്പെടാൻ പറ്റും. തിരിച്ചറിയാൻ പാടാണ് കർത്താവിനെ. അപ്പം ആദ്യം തന്നെ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ഈ മ്ലാനവദനം മാറ്റാൻ നോക്കണം. നിങ്ങളെന്താണ് ഉടമ്പടി എടുത്തു കഴിഞ്ഞും ആ മറ്റേ മ്ലാനവദനായിട്ട് തന്നെ ആൾക്കാർ പോകും. അവർ ഉടമ്പടി എടുത്തിട്ടില്ല. ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ ഓക്കെ, നിങ്ങൾ മാനവദനായിരുന്നോ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞ ചില ആൾക്കാർ എന്ത് ആശ്വാസത്തോടെയാണ് പോണത്? എന്താണ്? ഞാൻ മാതാവിനെ ഏൽപ്പിച്ചു, ഇനി പ്രശ്നമില്ല, ഇനി അമ്മ നോക്കിക്കൊള്ളൂ. ചില കാണ്ടാമൃഗങ്ങൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് മ്ലാനവദനായി പോകും. ദാറ്റ് മീൻസ് അവർ കൃപാസനത്തിൽ സ്ഥലം നശിപ്പിക്കാൻ വന്നിട്ടുള്ള പേപ്പട്ടികളാണ്. ഒരു കഥയുമില്ല, വെറുതെ വായി നോക്കികൾ. എന്തിനു വന്നു നിങ്ങൾ? ഉടമ്പടി എടുത്തു കഴിഞ്ഞ് നിങ്ങൾ എന്തിനും മ്ലാനവദനായി പോകുന്നു? അത് കാരണം നിങ്ങൾ ഉടമ്പടി എടുത്തിട്ടില്ലെന്ന് അർത്ഥം. നിങ്ങൾ ഏൽപ്പിച്ചിട്ടില്ലല്ല. നിങ്ങൾ ഏതാണ്ട് അപേക്ഷ കത്ത് കൊണ്ട് അവിടെയൊക്കെ എഴുതിയിട്ടിട്ട് പോകല്ലേ. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പട്ടിമുള്ളിയും മോത പോലെ ഇരിക്കേണ്ട കാര്യം. അതാ, നിങ്ങൾ ദൈവത്തെ ഏൽപ്പിച്ചിട്ടില്ല. ദൈവത്തെ ഏൽപ്പിച്ചിട്ടുള്ളവൻ സന്തോഷമായിട്ട് ഇവിടുന്ന് പോകത്തുള്ളൂ. അതാണ് പ്രശ്നം. ദൈവത്തെ നിങ്ങൾ ആത്മശോധന ചെയ്യണം. ശരിക്കും നിങ്ങൾ ഉടമ്പടി എടുത്തോ? അതാ അവിടെ ഏതാണ്ടൊക്കെ ക്ലാസ്സെല്ലാം കേട്ടിട്ട് ഇവിടെ വന്ന് കന്യാസ്ത്രീയോട് ചോദിക്കും, ആ ഉടമ്പടി തൈലം എന്താണ് ചെയ്യേണ്ടത്? എന്നോടാണ് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, മകളെ മുതുകത്ത് പെട്ടിക്കൊണ്ട് കുളിക്കാൻ പോയി തണുക്കുക, അല്ല പിന്നെ എന്ത് ചെയ്യാനാ? ഉടമ്പടി ക്ലാസ് എല്ലാം കഴിഞ്ഞേച്ചും വന്ന് കന്യാസ്ത്രീയോട് ചോദിക്കുകയാണ്, ആ ഉടമ്പടി തൈലം എന്താണ് ചെയ്യേണ്ടത്? മൊത്തം കോരി തലക്ക് വെച്ച് തളം വെച്ചോണ്ട് ചെമ്പരത്തി വെച്ചോണ്ട് തെക്ക് വടക്ക് നടക്കും. നീ ബുദ്ധിയും ബോധമില്ലാത്ത ക്ലാസ് ആയിട്ട് അവിടെ പോയിരുന്ന് ഉറങ്ങുകയായിരുന്നു. അതാണ് പ്രശ്നം. നിങ്ങൾക്കറിയാമല്ലോ, ഇനിയെങ്കിലും നിങ്ങൾ ഈ അഭ്യാസം നിർത്തണം. കാര്യം വെച്ച് കഴിഞ്ഞാൽ 10,000 ലക്ഷങ്ങൾ ഉടമ്പടി എടുത്ത് അനുഭവം പ്രാപിച്ചവർ ലോകത്തിലുണ്ടിപ്പോൾ. ഞങ്ങൾക്ക് ആദ്യം ഇത് അമ്മ തരുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇതൊക്കെ തെളിയിക്കാൻ എന്താ മാർഗമെന്ന്. ഇപ്പോഴെന്താ എല്ലാ ദിവസവും തെളിവല്ലേ. വഴിയെ പോണവർ പോലും ഉടമ്പടി എടുത്തിട്ട് വലിയ വായിൽ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ കാണുമ്പോൾ നമ്മൾ ഞെട്ടി ഗണിച്ചിരിക്കാം. എനിക്കാണെങ്കിൽ ഇപ്പം ഇവിടെ വിറച്ചാൽ ഞാൻ നിൽക്കണത് കൃപാസനത്തിൽ. എന്താ എന്നുവെച്ചാൽ എത്ര മനുഷ്യരാണ് സീറോയിൽ തളർന്ന് തീർന്നു വന്ന് എല്ലാവരും എഴുതി തള്ളിയ മനുഷ്യർ കർത്താവിൻ്റെ ഇന്ന് ആശ്വാസവും സൗഖ്യവും ശക്തിയും പ്രാപിച്ച് സർവോപരി ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രാപിച്ചുകൊണ്ട് സുവിശേഷത്തിൻ്റെ സാക്ഷിയായി നിൽക്കണത്. ഇപ്പം ഈ വേള ഞാൻ ശില്പയെക്കുറിച്ച് തോന്നില്ലേ? ശില്പ എന്താ പറഞ്ഞത്? അപ്പോൾ കർത്താവേ ഇനിയും എനിക്ക് പീഡാസകരമാണോ അല്ലേ എന്ന് പറഞ്ഞിട്ട് എന്താ ഇവളെന്താണ് അതുകൊണ്ട് പീഡാസകരമാണെന്ന് പറഞ്ഞു മ്ലാനവദനായിട്ട് നടക്കാത്തത്? അവളെ ഉടമ്പടി കൃത്യമായിട്ട് നടക്കണത്. അവൾക്ക് പീഡാസകരണം കുരിശുരൂപം കുലുങ്ങി. അവളുടെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ കുരിശുരൂപം കുലുങ്ങി. അപ്പോൾ പരിശുദ്ധാത്മാവ് ഉള്ളിൽ നിന്ന് അവളോട് പറഞ്ഞു, പീഡാസകരമാണ് മളെ വരുന്നത്, നീ പ്രാർത്ഥിച്ചത് വിഷയം വേറെ ആണെങ്കിലും വരണത് പീഡാസകരമാണെന്ന് പറഞ്ഞ്. പീഡാസകരമാണെന്നപ്പോൾ നമ്മുടെ ഉടമ്പടിക്കണ പീഡാസകരം മാറാനല്ലേ. പക്ഷേ അവൾക്ക് എന്നാ പറ്റി? അവൾക്ക് പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ടേ. അത് കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ധൈര്യമാണ്. പീഡാസകരമായാലും ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൂടെ അതിനെ കാണാൻ വേണ്ടി ഞാൻ സമയം കുറിച്ചിട്ടുണ്ട് എന്താ പറയണത്. അത്രയും ധൈര്യമാണ് അവൾക്ക്. എന്നെ സംഭവിച്ചത്, അവൾ അത്രയും നാൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സ്പോൺസർ കാര്യം മാറി. അതാണ് സംഭവം. പിറ്റേ ദിവസം ഈ കുരിശുരൂപം കുലുങ്ങി കഴിഞ്ഞ്
അവിടെ ഇത്രയും നാൾ വിദേശ രാജ്യത്ത് ജോലി ചെയ്യാൻ വേണ്ടി പോകാൻ വേണ്ടി പൈസ കൊടുക്കാവുന്ന സ്പോൺസർ അത് പറ്റത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ ഇതിനേക്കാൾ വലിയ പീഡാസനം അവർക്ക് എന്താ ഉണ്ട്, തീർന്നു. പക്ഷെ അതേ സമയത്ത് എന്തറിയാവാ, നിങ്ങൾ ഓർക്കണം, നിങ്ങളെ ഒന്നുറങ്ങിയ നേരം വിളിക്കത്തില്ലെന്ന് ഞാൻ എപ്പോഴും പറയും. ഒന്ന് കുലുങ്ങിയെന്നും പറഞ്ഞുകൊണ്ട് ഒരു പീഡാസകന് ഉടമ്പടി വന്നെന്നും പറഞ്ഞുകൊണ്ട് ചില ബുദ്ധിയും ബോധവും ഇല്ലാത്ത ആൾക്കാർ ഉടമ്പടി തളർത്തിക്കളയും. അത് മണ്ടത്തരവാ. കാര്യം വെച്ച് കഴിഞ്ഞാൽ ദൈവം ആരെയും കണ്ടുകൊണ്ടല്ല നിന്നെ സൃഷ്ടിച്ചതെന്ന് കർത്താവ് മുഖത്ത് നോക്കി നേരിട്ട് പറയാൻ വേണ്ടിയാണ് മനുഷ്യാവതാരം ചെയ്തിരിക്കണം. അറിയാമോ നിങ്ങൾക്കറിയാവോ ഞാൻ പറയണത്? നമ്മളെ കണ്ടത് സ്വന്തം അപ്പനെപ്പോലും കണ്ടുകൊണ്ടല്ല നിന്നെ സൃഷ്ടിച്ചതെന്ന് നിന്നോട് മുഖത്ത് നോക്കി പറയാൻ വേണ്ടിയാണ് അവൻ മനുഷ്യാവതാരം ചെയ്തിരിക്കുന്നത്. അതാണ് അവൻ്റെ സ്നേഹം. കൈയിട്ടിച്ച് കർത്താവിനോടല്ലേ. അപ്പൊ എന്തെങ്കിലും തരത്തിലൊരു തകർച്ച ഇടക്കാലത്തിലുണ്ടായാൽ എൻ്റെ മക്കൾ അതിനെ അതിജീവിക്കണം. അപ്പം തന്നെ നിങ്ങൾ ഉടമ്പടി നിർത്തി, പരസഹായവും നിർത്തി, സുവിശേഷ പേരും നിർത്തി ചുരുണ്ട് കൂടി മുമ്പത്തെ കഷ്ടമായിട്ട് മാറരുത്. അതായത് ഒരു അപ്ഡേഷന് മുമ്പ്, ഒരു ഉടമ്പടിയിൽ ഒരു അപ്ഡേഷൻ വരുന്ന മുമ്പ് ഒരു വിഡ്രോവൽ ഉണ്ടാവും. എല്ലാവർക്കും അനുഭവിക്കുന്ന സത്യമാണ്. ഉടമ്പടിയിൽ ഒരു മേൽഗതി മുന്നേറ്റം ഉണ്ടാകുന്ന മുമ്പ് തന്നെ ഒരു പിൻവലിയലുണ്ടാവും, ഒരു മുന്നേറ്റം. അവൾക്കതാ സംഭവിക്കണം. സ്വന്തം സ്പോൺസർ രാജിവെച്ച് പോയി, പോയി. പിന്നെ അവൾക്കൊരു ഗതിയുമില്ല, പരഗതിയുമില്ല. പക്ഷെ അവൾ വിട്ടുകൊടുത്തില്ല, അവൾ കർത്താവിൻ്റെ കൂടെ നിന്നു. അത് ആദ്യം തന്നെ തണുപ്പടിപ്പിച്ചത് നമുക്ക് മനസ്സിലായി. കർത്താവിൻ്റെ കാര്യത്തിൽ ഞാൻ കുറച്ചുകൂടി ദൈവികമായ കാര്യങ്ങൾക്ക് കുറച്ചുകൂടി വിജിലൻ്റ് ആകണമെന്ന് നമുക്ക് മനസ്സിലായി. അവൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ കുരിശുരൂപം കുലുങ്ങിയപ്പോഴും പീഡനമാണ് വരുന്നതെന്ന് മനസ്സിലാക്കി കൊടുത്തപ്പോഴും ഒരാഴ്ച കഴിഞ്ഞ് ആ പീഡനം നേരിട്ട് വന്നിട്ട് സ്പോൺസർ കൈയൊഴിഞ്ഞപ്പോഴും അവൾ കർത്താവിനെ കൈയൊഴിയാതെ നിൽക്കുകയാണ്. അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പ്രസൻസ് ഫീൽ ചെയ്യുമ്പോൾ അതൊക്കെ മുമ്പ് ഉണ്ടാകുന്ന സ്റ്റേജാണ് ഈ കണ്ണുമൂടപ്പെട്ട അവസ്ഥ. ഇപ്പോൾ സ്പോൺസർ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ മ്ലാനവതനായി എമ്മാവസിലെ ശിഷ്യന്മാരെ പോലെ കണ്ണ് മൂടപ്പെട്ട പോലെ അവസ്ഥ വരേണ്ടതാണ്. പക്ഷേ അവളുടെ കണ്ണ് മൂടപ്പെടുന്നില്ല. കാര്യം എന്താണ്? അവൾക്ക് കർത്താവ് വിശ്വാസമുണ്ട്. അത് കാരണം കർത്താവ് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമെന്നൊക്കെ അറിയാം. അതുപോലെ തന്നെ ഒരു സ്പോൺസറും ഇല്ലാതെ കർത്താവ് അവൾക്ക് ഒരു അക്കൗണ്ട് കാണിച്ചു കൊടുത്ത്, ഒരു സ്പോൺസറും ഇല്ലാതെ. പിന്നെ അവൾ അതിൻ്റെ പിടിച്ച് 5 പൈസ കൊടുക്കണ്ട, പുതിയ വഴി കാണിക്കുകയാണ്. നമ്മളിപ്പോൾ സ്വന്തം സ്വഭാവം കാണിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ പണി മേടിച്ചു തരാം. അത് ശില്പയുടെ സാക്ഷി നിങ്ങൾ കേൾക്കണം. ഇതെങ്ങനെ ഗ്രോത്ത് ചെയ്യണമെന്ന് നോക്കണം. ഇതെങ്ങനെ ഗ്രോത്ത്, അതായത് ദൈവം നേരിട്ട് ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോഴാണ് മറ്റതെല്ലാം തല്ലിക്കെടുത്തി കളയണത്. പറഞ്ഞു മനസ്സിലായില്ലേ? സൂര്യൻ തണുത്തു പോകും, സൂര്യൻ ഇരുണ്ടു പോകും, നക്ഷത്രങ്ങളെ പ്രകാശം തരത്തില്ല, ചന്ദ്രൻ തണുത്തു പോകും, അനന്തരം മനുഷ്യപുത്രൻ സർവ്വമഹത്വത്തോടുകൂടി ഇരുന്നില്ല വരും. അങ്ങനെയല്ല വചനം. മത്തായി 24:29. അക്കാലത്തെ പീഡനങ്ങൾക്ക് ശേഷം പൊടുന്നനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം തരികയില്ല, നക്ഷത്രങ്ങൾ ആകാശത്തിൽ നിന്ന് നിബദിക്കും, ആകാശശക്തികൾ ഇളകുകയും ചെയ്യും. അപ്പോൾ ആകാശത്തിൽ മനുഷ്യപുത്രൻ്റെ അടയാളം പ്രത്യക്ഷപ്പെടും. ഭൂമിയിലെ സർവ്വഗോത്രങ്ങളും വിലപിക്കുകയും മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ ശക്തിയോടും മഹത്വത്തോടും കൂടെ വരുന്നത് കാണുകയും ചെയ്യും. പീഡനങ്ങളുടെ കാലത്ത് സൂര്യൻ എന്താ സംഭവിച്ചത്? സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം തരും, നക്ഷത്രങ്ങൾ നിവദിക്കും. അപ്പോൾ ഇതാണ്. അതിനുശേഷം എന്താ സംഭവിക്കണത്? അതിനുശേഷമാണ് സംഭവിക്കണത് വലിയ സംഭവം. എന്താണ്? മനുഷ്യപുത്രൻ സർവ്വമഹത്വം എഴുന്നള്ളി വരും. അതൊക്കെ മുമ്പ് എന്താ പറ്റും? ജോലി പോകും. മനസ്സിലായില്ലേ? ഭർത്താവിന് സംശയമാകും, മക്കളെ ചിലപ്പോൾ സ്റ്റാമ്പ് ഒട്ടിച്ച് പോലീസ് കേസിൽ അകപ്പെട്ടു പോകും, നക്ഷത്രങ്ങൾ നിബന്ധിക്കും. അല്ല, ക്ലിയർ അല്ലേ സംഭവം? നിങ്ങളുടെ അനുഭവങ്ങളും വചനങ്ങളും തമ്മിൽ കറക്റ്റ് ചെയ്ത് നോക്കണം. കർത്താവ്, അതായത് ചിലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവ് ഇതുപോലെ സംഭവിക്കും. ഭർത്താവല്ലേ സൂര്യൻ, അല്ലെങ്കിൽ കുടുംബത്തിൽ നമ്മളെ സഹായിച്ചു കൊടുക്കുന്ന ജോലിയല്ലേ സൂര്യൻ. അപ്പം ഇങ്ങനെ ഓരോ സമയത്തും ഈ സംഭവം നടക്കുമ്പോൾ
നിങ്ങളെന്താ വിശ്വാസം എന്താ വിചാരിക്കേണ്ടത്? മനുഷ്യപുത്രൻ നേരിട്ട് വരാൻ ഇടയായി. ഇനി സൂര്യനല്ല പ്രകാശം തരേണ്ടത്, ചന്ദ്രനല്ല. The Lord God will be their light, like the word of God. ശ്രുതികടെ ശ്രുതികടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 പീഡനങ്ങളുടെ യേശുവേ സ്തുതി ഹല്ലേലൂയ കാലത്ത് കർത്താവ് നിന്റെ ആഗമനമാണ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വെളിപാട് 21:23. Praise the Lord. വെളിപാട് 21:23. നഗരത്തിന് പ്രകാശം നൽകാൻ, പറഞ്ഞ നഗരത്തിന് പ്രകാശം നൽകാൻ സൂര്യന്റെയോ ചന്ദ്രന്റെയോ ആവശ്യമുണ്ടായിരുന്നില്ല. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. അതിന്റെ ദീപം കുഞ്ഞാടാണ്. ഇത് ഇപ്പം ഈശോ കണക്ട് ചെയ്തതല്ലേ, ഞാൻ കണക്ട് ചെയ്തതല്ലല്ലോ. നിങ്ങളോട് കർത്താവ് സംസാരിക്കുകയാണ്. എന്താ സംസാരിക്കണത്? ചിലപ്പോഴും ശില്പയ്ക്ക് സംഭവിച്ച പോലെ സ്പോൺസർ അസ്തമിക്കാം. മനസ്സിലായില്ലേ? സൂര്യൻ ഇരുണ്ടു പോകാം. നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞ ചന്ദ്രൻ ചിലപ്പോൾ നിങ്ങളുടെ നാട്ടുകാരോ വീട്ടുകാരോ സ്വന്തപ്പെട്ടവരോ പാർട്ടിക്കാരോ ആരെങ്കിലും ആയിരിക്കും, ബാങ്കുകാരായിരിക്കും. ചന്ദ്രൻ പ്രകാശം തരത്തില്ല, ലോൺ തരത്തില്ല. ക്ലിയർ അല്ലേ? നമ്മുടെ ജീവിതാനുഭവമാണിത്. ഇങ്ങനെ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത്? ഈ ഇരുട്ടിൻ്റെ യുഗം, സൂര്യൻ, സ്രോതസ്സുകൾ, സൂര്യൻ, ചന്ദ്രൻ ഇതൊക്കെ അസ്തമിക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യമുണ്ട്. മനസ്സിലായി? ഈ ടൈം കഴിഞ്ഞു പോകുകയെ, പക്ഷേ ഈ ടൈമിൽ നമുക്ക് ചെയ്യാൻ കുറച്ച് കാര്യമുണ്ട്. എന്താണ് അത് കാര്യം? ഇങ്ങനെ ഘട്ടങ്ങൾ പെരുകുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ലുക്ക 21:13 എടുത്ത്. 21:13. ലുക്ക 21:13. നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും. ഒന്ന് പറഞ്ഞ നിങ്ങൾക്കിത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും. അല്ല, സ്പോൺസർ പോയെന്നും പറഞ്ഞ്, അല്ലെങ്കിൽ മകളുടെ കല്യാണം മാറിയെന്നും പറഞ്ഞ് അപ്പം പോയി 2 പെഗ്ഗെടുത്ത് BC വന്ന് കിടന്നിട്ട് കാര്യമില്ല. ഇതൊക്കെ ജീവിതത്തിലാണ്. നിങ്ങളിത് കാര്യം ഇരുട്ടുകൊണ്ട് കൂട്ടടക്കാൻ നോക്കണാണേ. എത്ര കാലം കൂട്ടടക്കും? എന്തെങ്കിലും ജീവിതത്തിൽ തകർച്ച വന്നു കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ പേരിൽ കുപ്പിക്കൂട്ടം ഉണ്ടാക്കിയിട്ടൊരു കഥയുമില്ല. അങ്ങനെ ഇരുട്ടുകൊണ്ട് ഈ വെള്ളം കുടിക്കണവർ ഇനി ദാഹിക്കും. അല്ലേ? 4:13 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യോഹന്നാൻ 4:13 ശ്രദ്ധിക്കട്ടെ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാൻ 4:13. യേശു പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ തകർച്ച ഉണ്ടായെന്ന് വിചാരിച്ചോ? തകർച്ച ഉണ്ടായി. ഇപ്പം ഇന്നലെ ഒരു ചേട്ടത്തി എന്നോട് പറഞ്ഞേ, അച്ഛാ വാടകക്കാരുമായിട്ട് ചീട്ടൊക്കെ ഒപ്പിടാൻ വേണ്ടി പോയി ഒപ്പിട്ട്, പക്ഷേ ഒപ്പിട്ട ദിവസം പിറ്റേ ആഴ്ച ഭർത്താവ് മരിച്ചു. ഇപ്പോൾ വാടകക്കാർ ഇറങ്ങണില്ല അവിടുന്ന്. അവർ ഞങ്ങൾ വിളിച്ചിട്ട് പോലും എടുക്കണില്ല. ഇരുട്ടായി അല്ലേ? സൂര്യനും പോയി, ചന്ദ്രനും പോയി, ഇരുട്ടായി. തീർച്ചയായിട്ടും ഉടമ്പടിയിൽ അമ്മ നേരിട്ട് ചെന്ന് അവർ ഇറക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ.